ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉള്ളിയുടെ തണ്ട് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ രുചിയോടെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു തോരന്റെ റെസിപ്പി നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യം നന്നായി കഴുകി വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് വളരെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തണ്ടിന്റെ മുകളിൽ ഉണ്ടായിരുന്ന പൂവ് മാറ്റി ബാക്കി ഭാഗമാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി വേണ്ടത് ഒരു പിടി ചെറിയുള്ളിയാണ്. ഒരു 15 എണ്ണമൊക്കെ വരും. അത് സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെക്കാം. കൂടെ തന്നെ 4-5 വെളുത്തുള്ളി, 2 പച്ചമുളക്. ഉള്ളിയുടെ തണ്ടാണെങ്കിലും ഉള്ളി കൂടി ചേർന്നെങ്കിൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്. നമുക്ക് തേങ്ങ ചിരകിയത് ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയോടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ഒന്ന് വാടി വന്നാൽ മതി. വാടി വരുന്ന പരുവത്തിൽ നമുക്ക് ചതച്ച തേങ്ങയുടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ശേഷം എന്ത് ചെയ്യാം, നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോൾ ഒന്ന് കൂട്ടി വെച്ച് മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ശേഷം മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. വീണ്ടും എന്ത് ചെയ്യാം, നമുക്കൊരു 3 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം. ഇപ്പം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഈർപ്പവെള്ളമുണ്ട്. അത് നമുക്ക് ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് തുറന്ന് വെച്ച് ഇളക്കി ഒന്ന് വറ്റിച്ചെടുത്ത് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തണ്ട് തോരൻ തയ്യാറായി. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.